എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും EST ലൈവ് പ്ലാറ്റ്ഫോമിൽ കൂടി ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ധ്യാചിന്തകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഒരു പ്രവചനത്തിൻ്റെ ഒരു ഉദ്ധരണിയാണ് ഇവിടെ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് മുന്നോടിയായി ലോകത്തിൽ വന്ന പ്രവാചകനാണ് ദൈവത്തിൻ്റെ ദാസനാകുന്ന യോഹന്നാൻ സ്നാപകൻ. ഇവിടെ നാം വായിക്കുന്നത് കർത്താവിന് വേണ്ടി വഴിയൊരുക്കുക എന്നതാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കിടക്കമേൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ യജമാനും നമ്മുടെ നാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന മരുഭൂമിയിൽ കൂടി ഒരു പാത വെട്ടിയൊരുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് എല്ലാ താഴ്വരകളും നികന്നു വരും, എല്ലാ കുന്നുകളും മലകളും അത് നിരപ്പാകും, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നാണ്. ഹൃദയത്തിൻ്റെ അഹന്തയും സ്വയനീതിയും ദൈവസ്ഥനിൽ അടിയറവ് വെച്ചിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ആഴമേറിയ ഈ താഴ്വരയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കർത്താവിൻ്റെ കൃപയുടെ നീർച്ചാലുകൾ നമുക്ക് സമൃദ്ധിയായി കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ പർവ്വതത്തിൻ്റെ ഉന്നതകളിലുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ടെങ്കിലും താഴ്വരകളിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നീറുറവുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ വളഞ്ഞ ചിന്തകളും വളഞ്ഞ വഴികളിലും പരിക്കൻ പ്രകൃതങ്ങളും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രതീക്ഷിച്ചു കഴിയുമ്പോൾ വാസ്തവത്തിലെ ദൈവ കൃപയ്ക്ക് വിപരീതമായി നമ്മുടെ ജീവിതപാതയിൽ നടക്കുന്ന എല്ലാ തടങ്ങൽ പാറകളും എല്ലാ മുള്ളും എല്ലാ ഞെരിഞ്ഞിലുകളും മത്സരത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും അത് നീങ്ങിപ്പോകുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാജാവിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിശാലമായ പാത വെട്ടിത്തുറക്കപ്പെട്ട അനുഭവം നമുക്കുണ്ടാവും. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ആ പാതയിലൂടെ അവൻ കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായി അധിവസിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അധിവസിക്കുന്ന അനുഭവം നമുക്ക് അനുഭവ വേദ്യമായി തീരുവാൻ ഇടയായിത്തീരും.